എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ മസാല തയ്യാറാക്കിയാലോ. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം, ചപ്പാത്തി, ചോറ്, ഇടിയപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ മസാലയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 സവാള സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി വേണം, 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുക്കുന്നതിന് മുമ്പാണ് 1/2 കിലോ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 സവാളയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുകയും ചെയ്യണം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയും ചെയ്യണം. അതിനുശേഷമാണ് ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തത്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇത്രയും ചേർക്കണമെന്നില്ല. ഈ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ അങ്ങ് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി കൂടി ഒന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ തക്കാളി മസാലയുമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളമാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചെമ്മീനാണുള്ളത്. അപ്പോൾ ഇനി ഈ ചെമ്മീൻ ചേർത്ത ശേഷം ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ചെമ്മീനിൽ നിന്നും തന്നെ വെള്ളം കുറച്ച് ഇറങ്ങി വരും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെമ്മീൻ മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ആദ്യം ചെമ്മീനിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മളൊന്ന്
വറുത്തെടുക്കും. അതിന് ശേഷമാണ് ഇതുപോലെ നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ചെമ്മീൻ മസാലയുടെ റെസിപ്പിയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് ആദ്യം പ്രോൺസ് ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഒന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ചാറൊക്കെ ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ചെമ്മീൻ മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്